നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സർക്കാർ അനുകൂല മനോഭാവമാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ നയിച്ചതെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സർക്കാർ അനുകൂല മനോഭാവമാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ നയിച്ചതെന്നും ചെങ്ങന്നൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സജി ചെറിയാൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ വോട്ടെടുപ്പ് ദിവസം നിലയിൽ പോളിംഗ് ബൂത്തുകളിൽ പോയതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, പോയ വഴിക്ക് ജനങ്ങളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ അറിവും രാഷ്ട്രീയമായി ഞങ്ങൾ എടുത്ത കണക്കും പരിശോധിക്കുമ്പോൾ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകും. ആ മികച്ച വിജയം ലഭ്യമാകുന്നതിന് കാരണങ്ങളിൽ ഒന്ന് ഗവൺമെൻറ് വികസനം തന്നെയാണ്. ഗവൺമെൻറ്റിന് എതിരായ നെഗറ്റീവായ യാതൊരു സാഹചര്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പില്ലായിരുന്നു. ഗവൺമെൻറ് അനുകൂല മനോഭാവമാണ് ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനുണ്ടായത്. അത് ഒരു സാധാരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി 2021 കണ്ട ഗവൺമെൻറ് അനുകൂല ട്രെൻഡ് ഈ 26 തെരഞ്ഞെടുപ്പിൽ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. കാരണം വികസനം, ക്ഷേമം, ഈ കാര്യങ്ങളിലെല്ലാം പരമാവധി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞു എന്നത് ഒരു ഭാഗം. രണ്ടാമത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തുടർഭരണത്തിൻ്റെ ഒരു മെറിറ്റ്, ഒരു ഗുണം അല്ലെങ്കിൽ ഗുണപരമായ മാറ്റം കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് ലഭ്യമായി. അപ്പോൾ ആദ്യമായ ഒരു തുടർഭരണം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന ഒരു 5 വർഷം കഴിഞ്ഞ 5 വർഷം. അപ്പോൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായി തുടർഭരണം ഗുണപരമാണ് എന്ന ചിന്തയും തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികളും അല്ലെങ്കിൽ 2031 മിഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നടപ്പാകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ തുടരണമെന്ന് പ്രായോഗികമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ നല്ല ചർച്ച വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിൽ നല്ല ചർച്ച അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാരണം കുറച്ചേറെ ഡെവലപ്മെൻറ്റ്സ് തുടർഭരണത്തിൻ്റെ അല്ല തുടർച്ചയായ ഭരണത്തിനുണ്ടാവും എന്ന ധാരണ. മൂന്നാമത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഹേളനവും അവഗണനയും അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ 5 വർഷത്തെ പെർഫോമൻസ്, അത് സാമ്പത്തിക മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ആ പെർഫോമൻസിന് ഒരു ചെറിയ നല്ലൊരു ശതമാനം വോട്ട് വരുത്തും. തുടർഭരണത്തിന്റെ ഗുണം ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം തുടരണമെന്ന് പ്രായോഗികമായി ജനങ്ങൾ ചിന്തിക്കുകയാണെന്നും പോളിംഗ് ബൂത്തുകളിൽ നിന്നും ലഭിച്ച ഫീഡ്ബാക്കുകൾ 2021 ട്രെൻഡ് ആവർത്തിക്കും എന്ന സൂചനയാണ് നൽകുന്നതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. CPM-നെ ഇനി ആക്രമിച്ചാൽ G. സുധാകരന്റെ കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഒരാൾ എവിടെ വരെ തകരം എന്നതിന്റെ പാരമ്യതയിലാണ് G. സുധാകരനെന്നും സജി ചെറിയാൻ ആരോപിച്ചു. CDNet ന്യൂസ്, മാവേലിക്കര.